ഒരു സബ്ജക്റ്റ് എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനേക്കാളും എത്രയോ ഉപരി പൈസ കൊടുത്ത് അതിനകത്ത് സീരീസിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് മൊത്തം നമുക്കൊന്നും ഒരു സ്ഥാനമില്ല, നമ്മളൊന്നും വിളിക്കില്ല. ടി വി കാണിക്കുന്ന സാധനമാണെങ്കിൽ പോലും ഞങ്ങളെ ഒന്നും വിളിക്കില്ല. അതിന് സിനിമയിലുള്ള ആൾക്കാരോ പുതിയ ആൾക്കാരോ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട്, അയ്യോ ഞാനൊന്നും ഏൺ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, നീയാണ് ഏൺ ചെയ്യുന്നത്, എന്നെക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നത് നീയാണ്. പകരമായിട്ട് കിട്ടുന്ന കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. മാനേജ് ചെയ്യുന്ന കംപ്ലീറ്റ് ഞാനാണ്. അല്ല, പിള്ളേരുടെ ശരിക്കും കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ട് അഭിനയമാണല്ലോ റൊട്ടീനായി. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ബഹുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് CA ചെയ്തതാ. അപ്പൊ CA ചെയ്ത് കംപ്ലീറ്റ് ചെയ്തില്ല. ലാസ്റ്റ് ഫൈനൽ ഇയർ ഇന്റർ കഴിഞ്ഞു. ഫൈനലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ല, അപ്പൊ അതിന് നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഡിഗ്രിക്കൊക്കെ 98% ഒക്കെ ആയിരുന്നു മാർക്ക്. ഹായ് ഹലോ, വെൽക്കം ടു അറോറ മീഡിയ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിനി സ്ക്രീനിന്റെ കുഞ്ചാക്കോബം എന്നറിയപ്പെടുന്ന സാജൻ സൂര്യയാണ്. വിത്ത് ഫാമിലിയാണ് വന്നിരിക്കുന്നത്. 25 വർഷത്തെ അഭിനയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഹായ്, വെൽക്കം ടു ദി ഷോ. ഹായ്, എങ്ങനെയുണ്ട്? സുഖാണോ? ഇന്ന് സുഖം, കുഴപ്പമില്ല. മഴയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഷൂട്ടിംഗ് ഒക്കെ ഗീതഗോവിന്ദത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ടെലികാസ്റ്റ് ആകുമ്പോൾ അതിന്റെ ഒരു ഇതും കഴിയും. ഷൂട്ടിംഗ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ജോലി ഉണ്ടല്ലേ? ഷൂട്ടിംഗ് കഴിയുമ്പോഴല്ല, ഷൂട്ടിങ്ങിനോടൊപ്പം ജോലി ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് നോക്കിയപ്പോ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് അഭിനയത്തിന് മുമ്പേ ജോലി തുടങ്ങിയതാണ്. അല്ല, അഭിനയിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ജോലി കിട്ടിയത്. പിന്നെ ഒരു വർഷത്തെ ഗ്യാപ്പ് ഇട്ട് ആണ്. അപ്പൊ ജോലി ചെയ്യുമ്പോൾ പാരലലി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത് രണ്ടും കൂടെ? നമ്മുടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാക്ടറാണ് ടൈം. അതെ, ടൈം മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും ടൈം നമുക്ക് കിട്ടും. ഞാനിപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം ഓഫീസിൽ ജോലിയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്കിപ്പം ഓഫീസിലെ സിറ്റുവേഷനും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓഫീസിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാനുള്ള ഏത് സമയത്ത് പോയാലും ജോലി ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട് ഓഫീസിൽ. അപ്പോൾ അതുകൊണ്ട് രാത്രി 1 മണിക്കും 2 മണിക്കും ആണെങ്കിലും നമുക്ക് ജോലി ചെയ്യാം. പിന്നെ അതോടുകൂടി ഇപ്പം നമുക്ക് ഗവൺമെൻറ് നമ്മൾ ഓഫീസ് ആക്കിയിട്ടുണ്ട്. ഓഫീസ് ആയതുകൊണ്ട് നമ്മൾ ലീവിലാണെങ്കിലും നമുക്ക് ലൊക്കേഷനിൽ ഇരുന്ന് നമ്മുടെ ഓഫീസിലെ ജോലികൾ തീർക്കാൻ പറ്റും. മൾട്ടി ടാസ്കിംഗ് ആണ് ഫുൾ ടൈം. അല്ല, അതാ പറഞ്ഞത്, നമുക്ക് ടാസ്കിങ് അല്ല, നമുക്കത് ഇഷ്ടമാണ്. നമുക്കൊരു രണ്ടും നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടത്തോടുകൂടി 2 ജോലിയും ചെയ്യാൻ പറ്റും. അപ്പം നമുക്കവിടെ സ്ട്രെസ് ഉണ്ടാവും ചില സമയത്ത്. ഇപ്പോൾ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറയും, ഇമ്മീഡിയറ്റ് ഇങ്ങനത്തെ ഒരു കണക്ക് വേണം, അത് ഇത് വേണം എന്ന് പറയും. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ഷോർട്ടിൽ. അപ്പോൾ എൻ്റെ ഡയറക്ടർ, ചേട്ടാ ലൈറ്റ് പോവും ഒന്ന് പ്ലീസ് എന്ന് പറയും. പക്ഷേ അവരും സഹകരിക്കും. ഓഫീസിൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ചിലപ്പം നമ്മുടെ IGR മീറ്റിങ്ങിലായിരിക്കും, അല്ല മീറ്റിങ്ങിലായിരുന്നിട്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊരു കണക്ക് വല്ലതും ചോദിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മൾ ഷൂട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലൊക്കേഷനിലുള്ളവരും നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ ചേട്ടന് അത് കേട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇൻസ്പയർഡ് ആയി ചേട്ടൻ്റെ കാര്യത്തിൽ. കാരണം ഇത് രണ്ടുകൂടെ മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും പോസിബിൾ അല്ല. കാരണം ഫാമിലി, അതിൻ്റെ കൂടെ വർക്ക്, ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെഡ്യൂൾ അറിയാലോ, രാവിലെ നമ്മുടെ ഫുൾ ഹെക്ടിക് ഒരു ഡേ. അതും ഈവനിങ് ഒന്നും അല്ല, ഇന്ന് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുക്കുന്നത് രാവിലെ. നമ്മൾ ലൈറ്റ് പോയിട്ട് സാധാരണ നമ്മൾ ലൈറ്റ് പോകുമ്പോൾ വൈകുന്നേരം ഈവനിങ് 5 മണി 6 മണിയാകുമ്പോൾ ലൈറ്റ് പോയി നമുക്ക് ഇനിയിപ്പോൾ നൈറ്റ് സീനിലോട്ട് കയറാമെന്ന് പറയും. ഇതിപ്പോൾ അങ്ങനെയല്ല, രാവിലെ വെളുത്തു, ഇനി ലൈറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എത്രയോ ദിവസം ഗീതാഗോവിന്ദത്തിന് എത്രയോ ദിവസങ്ങൾ നമ്മൾ രാവിലെ വന്നിട്ടുണ്ട്. ഫുൾ ഉറക്കം. രാവിലെ 7 മണിക്ക് ഷൂട്ട് തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ 6 മണി 7 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് വന്ന് കിടന്ന് ഒരു 2-3 hours ഉറങ്ങും, പിന്നെ ഷൂട്ടിന് പോകും. അങ്ങനെ എത്രയോ ദിവസങ്ങൾ. ചേച്ചി, ജോലി അഭിനയത്തിന്റെ ഇടയിലൊക്കെ വീട്ടിൽ സമയം തരുന്നുണ്ടോ? കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അതറിയാം, അവളത് മാനേജ് ചെയ്യും. അവളത് മീൻസ് എൻ്റെ വീട്ടിലൊരു കാര്യങ്ങൾക്ക് എൻ്റെ ഒരു ആവശ്യമില്ല. പിള്ളേരുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും അവളത് ഫുൾ ഏറ്റെടുത്തോളാം. അവളുടെ കരിയർ വേണ്ടാന്ന് വെച്ചിട്ട് അവള് ഇതിന് വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ചേച്ചി അപ്പം ഭയങ്കര വലിയൊരു സപ്പോർട്ട് ആയിരിക്കുമല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകില്ല. 100% എല്ലാവരുടെയും ഒരു ഫാമിലി ഫെയിലിയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ സമയം കൊടുക്കാത്തപ്പോൾ, അവരുടെ പരാതി കേൾക്കാൻ നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെയാണ് ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത് ഇമോഷണലി അൺഅവൈലബിൾ. തീർച്ചയായും അത്. പക്ഷേ പറയും, അടിയുണ്ടാക്കും, അതെല്ലാം അതിന്റെ കൂടെ ഉണ്ട്. പക്ഷെ എനിക്കറിയാം ചേച്ചി. പക്ഷെ എനിക്ക് ഒന്ന് പണ്ട് തൊട്ടേ കണ്ടുവരുന്ന കാരണം അത് റുട്ടീനായി കാണും. അതെ, ഞാൻ
കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ട് അഭിനയമാണല്ലോ. അഭിനയമാണല്ലോ. റൊട്ടീനായി ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ബഹുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് CA ചെയ്തതാ. അപ്പൊ CA ചെയ്ത് കംപ്ലീറ്റ് ചെയ്തില്ല, ലാസ്റ്റ് ഫൈനൽ ഇയർ ഇന്റർ കഴിഞ്ഞു, ഇന്റർ കഴിഞ്ഞു. ഫൈനലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കിട്ടാൻ തന്നെ എന്താ അല്ല അപ്പൊ അതിന് അങ്ങനെ അപ്പൊ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഡിഗ്രിക്കൊക്കെ 98% ഒക്കെ ആയിരുന്നു മാർക്കും. അപ്പൊ അതുകൊണ്ട് പഠിക്കുമായിരുന്നു. എന്നിട്ട് അത് കരിയർ വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് വേണ്ടി അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, അയ്യോ ഞാനൊന്നും ഏൺ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, നീയാണ് ഏൺ ചെയ്യുന്നത്, എന്നെക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നത് അല്ല, നീയാണ്. അതിന് പകരമായിട്ട് കിട്ടുന്ന കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. മാനേജ് ചെയ്ത കംപ്ലീറ്റ് ഞാനാണ്. അല്ല പിള്ളേരുടെ ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് മാനേജ് ചെയ്താൽ ശരിയാവില്ല, എനിക്ക് കൈ ഓട്ട കൈയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ കിട്ടുന്ന പോലെ പോകും. അത് കിട്ടുന്ന പോലെ പോകും. അപ്പൊ എന്റെ അതുകൊണ്ട് അടുത്ത് അത് രാവിലെ പിടുത്തം. എപ്പോഴും ഇറങ്ങാൻ നേരത്ത് 100 രൂപ അടിയെന്ന് ചോദിച്ചിട്ട് രാവിലെ രാത്രി അത് ഏൺ ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ എന്റെ കയ്യിലാണ്. മാനേജർ ഞാനാണ്. അതെ, എന്റെ മാനേജർ. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ സ്കൂളിലായാലും ഇപ്പം എനിക്കറിയാം എഡ്യൂക്കേഷൻ ഒരാളുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, മറ്റേ ആളിപ്പം നടക്കുകയാണ്. കഴിഞ്ഞില്ല ഓൾമോസ്റ്റ് ഒന്നും കഴിഞ്ഞില്ല. ഇനി അത് മുകളിലോട്ട് അവള് പറഞ്ഞാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും പ്ലാൻ ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യാണ് സൈക്കോളജിയുടെ തന്നെ. എവിടെ കേരളത്തിൽ ചെയ്യാനാണോ അതോ നാട്ടിൽ നിന്നൊക്കെ എസ്കേപ്പാണ്? എക്സ്പോഷർ ഡിഫറൻസ് ആണ്. ശരിയാ, നമുക്ക് എന്തായാലും ഒരു ഗ്രോത്തിന് അത് ഇമ്പോർട്ടന്റ്. ശരിക്കും പറഞ്ഞാൽ +2 വരെ അവള് ട്രിവാൻഡ്രത്ത്, 10th വരെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചതും, +1 +2 ബോയ്സ് ഉള്ള സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ കോവിഡ് ആയിപ്പോയി, സ്കൂളിലേ പോകാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അവള് ഡിഗ്രിക്കാണ് അവൾ ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നതും ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് 3 years അവള് ഗംഭീരമായിട്ട് മാനേജ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൾ ഇനി അടുത്ത കേരളത്തിൽ വേണ്ട, പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ യൂണിവേഴ്സിറ്റിയില് ബാംഗ്ലൂർ അഡ്മിഷൻ ആയി. അപ്പൊ ആളിപ്പം നാടുവിടുകയാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് അതിന്. അപ്പൊ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന ആളോട് ചോദിക്കാം. സ്കൂളിൽ പഠിക്കുന്ന ആളിപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ ഫംഗ്ഷൻ ഒക്കെ വരും, PTA മീറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ. അച്ഛനൊരു ആക്ടറാണ്. അപ്പം അതെങ്ങനെയൊക്കെയാ മോളെ എഫക്ട് ചെയ്യുന്നത്? ലൈക്ക് നല്ല രീതിക്ക് എന്താ പറയാ, മിക്കപ്പോഴും അച്ഛൻ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും ഒരു വന്നിട്ടുണ്ട്. പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഞാൻ 3rd സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഒരു നടനാന്ന്, അച്ഛൻ നടനാന്ന് അറിയാം. പക്ഷെ ഞാൻ വീട്ടിലുള്ളപ്പോ മൊത്തം ബൈക്കിൽ ഞാനാ കൊണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ഉള്ളവർക്കെല്ലാം എന്നെ അറിയാം. അല്ല, അച്ഛൻ നടനാന്നൊക്കെ പറഞ്ഞ അങ്ങനെ വല്ല എൻകൗണ്ടർ വന്നിട്ടുണ്ട്? കൂട്ടുകാരൊക്കെ വന്ന് ചോദിക്കും? അങ്ങനെ ഒന്നുമില്ല. അവളത് ഒട്ടും രണ്ടുപേരും 3 പേരും ഒട്ടും എന്റർടൈൻ ചെയ്യുന്ന കാര്യമല്ല. അത് ഞാനൊരു ആക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തും ഒന്നാമത്തെ കാര്യം, നമ്മളൊരു വലിയ സംഭവം നമുക്ക് തോന്നിയാൽ ഈ പ്രശ്നങ്ങളുള്ളൂ. നമ്മൾ സാധാരണക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും അത് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ആക്ടർ ഇരിക്കുന്ന ഒരു ഫീൽ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രാന്താണ്. അല്ല, ശരിക്കും ഈ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ്, ഭയങ്കര ഒരു സംഭവമാണ്. എനിക്ക് എന്താ ഞാൻ പറയാം, ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഞങ്ങൾ അങ്ങനെ ആ ഒരു ഫീൽ ഇല്ല. ഞങ്ങളെ പുറത്തു പോകുമ്പോ അങ്ങനെ ഇല്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു എന്താണ് ഒരു ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഫീല് ഞങ്ങൾ 4 പേർക്കില്ല. പക്ഷേ ചേട്ടന് ടൈറ്റിലൊക്കെ ഉണ്ടല്ലോ, കുഞ്ചാക്കോവൻ ടൈറ്റിലൊക്കെ നമ്മുടെ. അതെന്താന്നറിയാവോ, അത് ഇപ്പൊ കുഞ്ചാക്കോവൻ മമ്മൂട്ടി എന്നൊക്കെ പലതും പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്ര ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ നായകനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ നായകന്മാരെ അച്ഛൻ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പോവും. ഇപ്പൊ സീരിയൽ കിട്ടത്തില്ല, അല്ലല്ല സീരിയലിന് ഭയങ്കര പ്രശ്നമുണ്ട്. സീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സീരിയലിനെല്ലാം ഇപ്പൊ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന നായകൻ, അപ്പൊ കല്യാണം ഇഷ്ടമില്ലാത്ത നായിക, ഇവർ തമ്മിലുള്ള പ്രണയം, ഇതാണ് സീരിയലിൽ ഇപ്പൊ എല്ലാ സീരിയലിന്റെയും ഒരു ബേസിക് ത്രെഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. മുമ്പ് അമ്മ മരുമകളെ പീഡിപ്പിക്കുന്നതായിരുന്നു മുമ്പത്തെ ട്രെൻഡെങ്കിൽ ഇപ്പോൾ ഒരു ഇഷ്ടമില്ലാത്തൊരു നായകൻ ഇഷ്ടമില്ലാത്തൊരു നായികയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു. അവർ തമ്മിലുള്ള ഒരു ടോം ആൻഡ് ജെറി കളി, അത് കഴിഞ്ഞ് തമ്മിലുള്ള അവരുടെ പ്രണയം, അവർ തമ്മിൽ ഒന്നിക്കും. ഇത് തന്നെ എല്ലാ സീരിയലിൻ്റെയും പ്ലോട്ട് എടുത്തു 99% പ്ലോട്ട് ഇതായിരിക്കും. അപ്പോൾ അവിടെ നമുക്കുള്ളൊരു സ്പേസ് ഇനി നമ്മൾ കണ്ടുപിടിക്കണം. അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഗീതാഗോവിന്ദം കഴിഞ്ഞു, അതേപോലത്തെ ഒരു വർക്ക്, ഇതേപോലത്തെ കഥ. പണ്ട് ഗീതാഗോവിന്ദം തുടങ്ങുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥയാണെന്ന് പറയണമെന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാനത് പറയില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു അവതരിപ്പിക്കുന്ന രീതി നല്ലതായിരിക്കും, അത് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതുപോലെ തന്നെയാണ് ആ ഗീതാഗോവിന്ദത്തിന് സംഭവിച്ചിട്ടുള്ളത്. കഥ എല്ലാവർക്കും അറിയാവുന്നൊരു കഥ തന്നെയാണ്, പക്ഷെ അതിനെ നല്ല രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. ചേട്ടൻ എനിക്ക് തോന്നുന്നു ദൂരദർശന്റെ സമയം തൊട്ട്, ആ സമയം സീരിയൽ ഉണ്ടായിരുന്നു ജ്വാല, അപ്പൊ തൊട്ട് ചേട്ടൻ അഭിനയത്തിലുള്ളതാണ്. സീരിയലിലാണെങ്കിൽ തന്നെ എല്ലാ ഒരു ട്രാൻസിഷനും കണ്ടിട്ടാണ് വരുന്നത് ഇപ്പൊ ഈ ഒരു പോയിന്റ് വരെ. അപ്പൊ എന്ത് തോന്നുന്നു, ആ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ഡിഫറൻസ് ആണ് ഇപ്പോഴത്തെ ഒരു സീരിയൽ ഫീൽഡിൽ വന്നിരിക്കുന്നത്?
അല്ല, പോസിറ്റീവ് ഡിഫറൻസ് അല്ല. എന്തൊക്കെയാണ്? കാരണം അന്ന് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അന്ന് ഒരുപാട് സബ്ജക്റ്റുകളുണ്ടായിരുന്നു, ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ സീരിയൽ എന്ന് പറയുന്നത് ബിസിനസ് മാത്രമായി. അതായത് ചാനലിന് ലാഭം ഉണ്ടാകുന്ന ഒരു കാര്യം, പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാവാറില്ല, ഭയങ്കര പാടാണ് പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാവാൻ. 90% പ്രൊഡ്യൂസേഴ്സ് നഷ്ടത്തിലാണ്. അപ്പോൾ ഇതിനിടയിൽ ഡയറക്ടേഴ്സിന് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇല്ല. അവർ ആദ്യത്തെ ഒരു 25-100 എപ്പിസോഡ് വരെ അവരുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ ഒരു 35 സീരിയലുണ്ടെങ്കിൽ 5 സീരിയലിലുള്ള ഡയറക്ടേഴ്സിന് അതിന് കഴിയും. അതിനുശേഷമുള്ള എല്ലാം സ്ട്രഗ്ലിംഗ് ആണ്. നമ്മൾ രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ നമ്മൾ ഇപ്പോൾ നായകനോ നായികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സീനിലും ഉണ്ടാവും. ഇരിക്കാൻ പോലും സമയം കിട്ടില്ല. അതനുസരിച്ച് സ്ട്രെച്ച് ചെയ്യേണ്ടി വരും. അതെ സ്ട്രെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനനുസരിച്ച് ഒരു ദിവസം നമുക്ക് 2 എപ്പിസോഡ് കിട്ടിയില്ലെങ്കിൽ അത് പ്രൊഡ്യൂസേഴ്സിന് വലിയ ലോസാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത്, നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. ഞങ്ങൾ അഭിനയിക്കുന്നവർക്കില്ല, ഡയറക്ടർക്കില്ല, ക്യാമറമാൻ ഇല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ആർക്കും ഇല്ല. ഫുഡ് തരുന്ന ആൾക്കാർക്ക് പോലും ക്രിയേറ്റിവിറ്റി ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ നമ്മൾ അഭിനയിച്ച നിന്ന് ഇപ്പോൾ അഭിനയിക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്തല്ല, ഭയങ്കര സ്ട്രെസ്സായിട്ടാണ് നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് അഭിനയിക്കേണ്ടി വരും. ആ ഒരു വ്യത്യാസം തുടക്കത്തിൽ നമ്മൾ വളരെ ആസ്വദിച്ച് നല്ല രസമായിട്ട് ക്യാരക്ടറൊക്കെ ബിൽഡ് ചെയ്ത് ചെയ്യും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എങ്ങനെയെങ്കിലും ആദ്യത്തെ ഒരു 100 എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ അടിച്ച് തീർക്കുക. അപ്പോൾ ക്വാളിറ്റി ലോസ് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ചാനലിനും ഇപ്പോൾ വർക്ക് 3-4 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ചാനലിൽ ഇപ്പോൾ ഒരു സീരിയലിൻ്റെ ഒരു വിഭാഗം അതെങ്ങനെയെങ്കിലും അടിച്ച് തീർത്ത് ലാഭം ഉണ്ടാക്കിയാൽ മതി. കാരണം അത് ഇനി നിലനിൽക്കില്ല എന്നുള്ള ധാരണ എനിക്ക് തോന്നുന്നു സീരിയലിൽ ഈ ചാനൽ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ധാരണയുണ്ട്. ഇനി നിലനിൽക്കില്ല. സത്യമായിരിക്കാം. ചിലപ്പോൾ ഒരു 6 വർഷം ഒരു 10 വർഷത്തിനകത്ത് ചിലപ്പോൾ സീരിയലിൽ നിന്നേക്കാം. ഇപ്പം അതിനുശേഷം ഇപ്പോൾ സീരീസ് വരുന്നുണ്ട്. സീരീസിന് അവർ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഭയങ്കര പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഒരു സബ്ജക്റ്റ് എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനേക്കാളും എത്രയോ ഉപരി പൈസ കൊടുത്ത് അതിനകത്ത് സീരീസിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് മൊത്തം നമുക്കൊന്നും ഒരു സ്ഥാനമില്ല, നമ്മളൊന്നും വിളിക്കില്ല. ടി വി കാണിക്കുന്ന സാധനമാണെങ്കിൽ പോലും ഞങ്ങളെ ഒന്നും വിളിക്കില്ല. അതിന് സിനിമയിലുള്ള ആൾക്കാരോ പുതിയ ആൾക്കാരോ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്.